ഓട്ടോ ടൗൺ പാർക്കിംഗ് പെർമിറ്റുമായി ബന്ധപ്പെട്ട വിഷയം. പെർമിറ്റ് ഇപ്പോൾ അനുവദിക്കുന്നത് RTA ബോർഡിന്റെ തീരുമാനപ്രകാരമാണ്. പാർക്കിംഗ് സൗകര്യം ഒരുക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങളാണെന്നും RTO ES ഉണ്ണികൃഷ്ണൻ. തളാപ്പിലെ സുധീന്ദ്രന്റെ ഓട്ടോ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. നിലവിൽ ആവശ്യത്തിന് പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്തതിനാൽ RTA ബോർഡിൽ വെച്ച് ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്, അതായത് തദ്ദേശ സ്ഥാപനങ്ങൾ പാർക്കിംഗ് പ്ലേസ് ഒരുക്കിയാൽ മാത്രമേ പെർമിറ്റ് കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പം ഇത് പ്രകാരം RTA ബോർഡിൻ്റെ ഒരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. അതായത് തദ്ദേശ സ്ഥാപനം ബോണറ്റ് നമ്പർ, പാർക്കിംഗ് പ്ലേസ് മുതലായവ RTOക്ക് നൽകിയാൽ മാത്രമേ അത് പെർമിറ്റിൽ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് പ്രകാരം തദ്ദേശ സ്ഥാപനങ്ങൾ കത്ത് തരുന്ന മുറയ്ക്ക് മാത്രമേ പുതിയ വണ്ടികൾക്ക്, പെർമിറ്റുള്ള വണ്ടികൾക്ക് നമ്മൾ പാർക്കിംഗ് പ്ലേസ് അനുവദിക്കാറുള്ളൂ. കൂടാതെ അല്ലാത്ത വണ്ടികൾ, ഈ പാർക്കിംഗ് പ്ലേസ് ഇല്ലാത്ത വണ്ടികൾക്ക് ഇവർ ഓണർമാർ തന്നെ ഓപ്റ്റ് ആണ്. അതായത് വീട്ടു പരിസരത്ത് വെച്ചിട്ട് നിലവിലുള്ള ലേറ്റസ്റ്റ് മീഡിയകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ട്രിപ്പ് കണ്ടക്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ ഒരു സത്യവാങ്മൂലം തന്നു കഴിഞ്ഞാൽ അത് വെച്ചിട്ടാണ് നമ്മളിപ്പം ഹൗസ് കോമ്പൗണ്ട് പ്രീമിസൈസ് ആയി കണക്കാക്കിയിട്ട് പാർക്കിംഗ് പ്ലേസ് ആക്കി കണക്കാക്കിക്കൊണ്ട് ഇപ്പം നിലവിൽ കൊടുക്കുന്നത്. ഇത് എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. പക്ഷേ അങ്ങനെ ഇപ്പം എല്ലാ യൂണിയൻകാരും ഇവിടെ വരാറുണ്ട്. അതുകൂടാണ്ട് പേഴ്സണൽ യൂണിയനില്ലാത്ത ആളുകളും ഒക്കെ വരാറുണ്ട്. പക്ഷേ നിലവിലുള്ള നിയമങ്ങളൊക്കെ വെച്ചുകൊണ്ടേ നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രകാരമാണ് ഈ പറയുന്ന ഹൗസ് പ്രീമിസസും പിന്നെ ചില കമ്പനികളെ പ്രീമിസസ് കൊടുക്കുന്നുണ്ട്. അത് ആ കമ്പനികൾ സമ്മതിച്ചു കഴിഞ്ഞാൽ, അതായത് ഇപ്പം ഒരു ഹോസ്പിറ്റലിൽ സമ്മതിക്കുകയാണ്, നമ്മൾ ഈ പ്രീമിസസിൽ ഇത്ര വണ്ടി വെക്കാം എന്ന്, ഇന്ന വണ്ടിയൊക്കെ അത് കൊടുക്കണം എന്ന് പറഞ്ഞ് നമുക്കൊരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് വെച്ചിട്ട് അവർ സമ്മതിക്കുന്നവരെ അവിടെ പാർക്കിംഗ് പ്ലേസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ RTO എന്നതുള്ള വെറും സെക്രട്ടറിയാണ്, RTAൻ്റെ സെക്രട്ടറിയാണ്. RTA ബോർഡിൻ്റെ തീരുമാനമാണ്. പല തദ്ദേശ സ്ഥാപനങ്ങളിൽ തരുന്ന റിക്വസ്റ്റ് RTA ബോർഡിൽ വെച്ച് പാസ്സാക്കിയതിന് ശേഷം നടക്കുന്ന തീരുമാനങ്ങളാണ് ഇതൊക്കെ. അല്ലാണ്ട് സ്വന്തമായിട്ട് RTOന് ഒരു പ്രത്യേക തീരുമാനം എടുക്കാൻ സാധിക്കില്ല.